വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്ന് അത് മറ്റൊന്നുമല്ല, മലയോര മേഖലയുടെ ദുരിതമായ വന്യജീവി പ്രശ്നം തന്നെയാണ്. ആത്യന്തികമായി ഈ വന്യജീവി പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാരിന് മുൻപിലുള്ള വെല്ലുവിളി എന്താണ്? അത് മറ്റൊന്നുമല്ല, 1972 ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവന്ന വനം വന്യജീവി സംരക്ഷണ നിയമമാണ്. ആ നിയമത്തിലെ കഠിനമായ വ്യവസ്ഥകളാണ് ഇന്നത്തെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഇന്ന് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെയും ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് ഈ മലയോര മേഖലയുടെ പ്രശ്നം. അവിടെ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം എന്താണ്? കോൺഗ്രസ് അവിടെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്ക് പോലും പറയുന്നില്ല. കാരണം വനം വന്യജീവി നിയമം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിയമമാണ്. ആ നിയമത്തിൽ ഇടപെടേണ്ടത് കേന്ദ്ര സർക്കാരാണ്. വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഒരു ഇളവും വനം വന്യജീവി നിയമത്തിൽ ഉണ്ടാകില്ല എന്ന്. അവിടെ ഇളവിന് സമ്മർദ്ദം ചെലുത്തേണ്ടത് ആരാണ്? അത് MP-മാരാണ്. കേരളത്തിൽ കോൺഗ്രസിന് UDF-നുള്ളത് 19 MP-മാരാണ്. അതിൽ പ്രിയങ്ക ഗാന്ധി അടക്കമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ അവർ അവിടെ നടത്തിയിട്ടുണ്ടോ? എന്നിട്ട് അവർ ഇവിടെ വന്ന് സംസ്ഥാന സർക്കാരിനെതിരെ സംസാരിക്കുകയാണ്. ഒരക്ഷരം പോലും ഈ വനം വന്യജീവി നിയമം കൊണ്ടു നടക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ പറയാതെ സംസ്ഥാന സർക്കാരിനെതിരെ മാത്രം പറയുകയാണ്. ആ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലമ്പൂരിൽ ഉണ്ടായിരിക്കുകയാണ്. നമുക്ക് കോൺഗ്രസിന്റെ ഈ നിലപാടിലേക്കൊന്ന് പോകാം. വന്യജീവി ആക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാതെ നിലമ്പൂരിൽ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. വന്യജീവി ആക്രമണത്തിന് എതിരെ സംസ്ഥാന സർക്കാർ നടപടി കൈക്കൊള്ളുന്നില്ല എന്നായിരുന്നു പ്രിയങ്കയുടെ വിമർശനം. You are suffering from the man-animal conflict daily. I have visited 7 homes which have been left without the main bread earner because there has been a problem and an animal has killed him. I just came from somebody's house today. I met his wife, his 2 daughters, his little child, looking helpless, asking me, what are we going to do now? And yet nobody tries to give you a concrete solution. There was a problem here in Nilambur, an electric wire. You complained about it. No action was taken. A young boy, Anantu, passed away. 2 other boys got terribly hurt because no action was taken. ഇത് പ്രിയങ്ക ഗാന്ധി പറഞ്ഞ ഒരു കാര്യം. പ്രിയങ്ക ഗാന്ധി അവിടെ ഒരു അക്ഷരം പോലും കേന്ദ്ര സർക്കാരിനെതിരെ മിണ്ടുന്നില്ല. പകരം സംസ്ഥാനം ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അനന്തുവിൻ്റെ കാര്യം പറയുന്നുണ്ട്. അനന്തുവിൻ്റെ മരണത്തിൽ അത് കാട്ടുപന്നിയെ പിടികൂടാൻ കെണിവച്ച കോൺഗ്രസ്സുകാരൻ്റെ പ്രവൃത്തിയാണ് ആ കുട്ടിയുടെ മരണത്തിലേക്ക് എത്തിച്ചത് എന്ന കാര്യം പ്രിയങ്ക ഗാന്ധി പറയുന്നതേയില്ല. കോൺഗ്രസ് പോലും ഉപേക്ഷിച്ചൊരു വിഷയമായിരുന്നു അത്. കാരണം വലിയ തിരിച്ചടി അവർക്ക് ആ വിഷയത്തിൽ ഉണ്ടായതെന്ന് നമ്മൾ കണ്ടതാണ്. ഇനി ഇതിൽ ഇടപെടേണ്ട പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള MP-മാർ ഏതെങ്കിലും ഘട്ടത്തിൽ പാർലമെന്റിൽ ഈ വിഷയം ഉയർത്തിയിട്ടുണ്ടോ, ഉന്നയിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം. വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് കേന്ദ്ര വന നിയമം ഭേദഗതി ചെയ്യുന്നതല്ല പരിഹാരമെന്ന പ്രിയങ്ക ഗാന്ധിയുടെ നിലപാടാണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് എടുത്തു കാട്ടുന്നത്. വന്യജീവികളെ നേരിടാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന് ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ ഉന്നയിച്ചപ്പോൾ ഒരിക്കൽ പോലും പിന്തുണയ്ക്കാൻ കോൺഗ്രസ് MP-മാർ തയ്യാറായതുമില്ല. I think that's a very simplistic way of looking at it. This is not such a simple problem. It is a very complex problem, and there's no ready-made solution for this problem. It's a problem for which all of us have to work together. The center has to work, state has to work, all of us people's representatives have to work, and we have to provide safety for people. I will not initiate for law change. നോക്കൂ, I will not initiate for law change. വളരെ സ്പഷ്ടമാണ് പ്രിയങ്ക ഗാന്ധിയുടെ. അതുവഴി കോൺഗ്രസിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഈ നിയമം ഭേദഗതി ചെയ്യുന്നതിന് ഇനിഷ്യേറ്റീവ് എടുക്കില്ല അവരെന്നാണ് പറയുന്നത്. കാരണം അവരുടെ സർക്കാരാണ്, ഇന്ദിരാഗാന്ധിയുടെ സർക്കാരാണ് 1972 ഈ നിയമം കൊണ്ടുവന്നത്. അതിനുശേഷമാണ് അവർ ഇവിടെ നിന്ന് സംസ്ഥാന സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു വാക്കെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനെതിരെ, BJP സർക്കാരിനോട് ഈ നിയമം നിങ്ങൾ ഭേദഗതി ചെയ്യണം എന്നാവശ്യപ്പെടാൻ ഈ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ പ്രിയങ്ക ഗാന്ധി തയ്യാറായിട്ടുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിലമ്പൂരിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, നമ്മുടെ മലയോരത്തിൽ നിന്ന് കോൺഗ്രസിന് നേരെ ഉയർന്നു വരുന്നത്. അതേസമയം ഈ വിഷയം രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഉന്നയിച്ചിരുന്നു. ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പറയുകയുണ്ടായി. പക്ഷേ ആരും പിന്തുണയ്ക്കാൻ തയ്യാറായില്ല. ഒരു UDF MP-യും പിന്തുണയ്ക്കാൻ തയ്യാറായില്ല എന്നതാണ് വസ്തുത. കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് അവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ്. അവർ പാർലമെന്റിന് പുറത്ത് ഈ നിയമത്തോട് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നു, പുറത്തിറങ്ങിയിട്ട് സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയുന്നു. വസ്തുതകളിലേക്ക് കിടക്കാൻ അവർ ശ്രമിക്കുന്നതേയില്ല. മലയോര മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ബി ജെ പി ഗവൺമെന്റുകൾ കൊണ്ടുവന്ന നിയമങ്ങളെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ഇത്തരം നിയമങ്ങൾക്ക് കാരണക്കാരായ കോൺഗ്രസിന്റെ കാപട്യം തുറന്നു കാണിക്കണമെന്നും ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെട്ടു.
ഞങ്ങളൊക്കെ ഇവിടുത്തെ സാധാരണ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ പറയാൻ പോകുമ്പോൾ അവർ ഇന്നേ വരെ ഒരു പ്രാവശ്യം പോലും ഞങ്ങളോട് വന്നിട്ടില്ല, ഒരു പ്രാവശ്യം പോലും വന്നിട്ടില്ല. അതുകൊണ്ട് ഈ നിയമങ്ങൾ പൊളിച്ചെഴുതണം. ഈ നിയമങ്ങൾക്ക് ഇടവരുത്തിയ കോൺഗ്രസിൻ്റെ ഈ കാപട്യം തുറന്നു കാട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ സമുദായങ്ങൾ സൗഹാർദ്ദത്തോടെ കഴിയുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഏത് തരത്തിലുള്ള വർഗീയത വന്നാലും ഈ നാടിൻ്റെ മൈത്രി, നാടിൻ്റെ സമാധാനം, സാഹോദര്യം നഷ്ടപ്പെടും. അതുകൊണ്ട് അത് തിരിച്ചറിയാനുള്ള ഒരു വിവേകബുദ്ധി ആർക്കുണ്ട്? നിങ്ങൾക്കുണ്ട്? ഉണ്ട്. അതുകൊണ്ട് ഒരു സംശയം നമുക്ക് വേണം. ന്യൂസ് ഡെസ്കിൽ നിന്ന് രാജേന്ദ്രൻ, ഒപ്പം തന്നെ നിലമ്പൂരിൽ നിന്ന് നൃപൻ നമ്മളോടൊപ്പം ചേരുകയാണ്. രാജേന്ദ്രൻ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ വനം വന്യജീവി വിഷയം. മലയോര മേഖലയെ ഒരുപാട് ബാധിക്കുന്നൊരു വിഷയം. പക്ഷേ നമുക്കറിയാം, കേന്ദ്ര നിയമമാണ് ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ മുൻപിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഒരു വന്യജീവിയെ, മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്ന ജീവിയെ കൊല്ലാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കില്ല. അത്തരത്തിലൊരു നടപടി സ്വീകരിക്കണമെങ്കിലുള്ള നൂലാമാലകൾ 1972 നിയമം അനുസരിച്ച് വളരെ സങ്കീർണമാണ്. അപ്പോൾ അത് മറച്ചു വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ പ്രചരണം നടത്തുന്ന കോൺഗ്രസ് നേതാക്കൾ യഥാർത്ഥത്തിൽ ഈ മലയോര ജനതയെ വഞ്ചിക്കുകയല്ലേ? ഈ പ്രിയങ്ക ഗാന്ധി പ്രസംഗം തയ്യാറാക്കുന്നതിന് മുമ്പ് ഗൃഹപാഠം നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എഴുതി കൊടുത്തത് അതേപടി അങ്ങോട്ട് പറയുകയാണ് ചെയ്തത് കരുതണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അനന്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം, അനന്തുവിൻ്റെ മരണം വന്യജീവി ആക്രമണത്തിലാണെന്ന രീതിയിലാണ് പറയുന്നത്. അത് വന്യജീവി ആക്രമണമല്ല, അത് ഒരു പന്നിക്കണി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതിൽ ദാരുണമായി പറഞ്ഞു. അത് മാത്രമല്ല, അത് പ്രിയങ്ക ഗാന്ധി പറഞ്ഞ ഒരു നടപടി എടുത്തില്ല എന്നാണ്. സർക്കാർ കേസെടുത്തു, അതിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ആ പ്രതി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ഇതൊന്നും ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പ്രിയങ്ക ഗാന്ധിയെ ഒന്നുകിൽ അവർ ഇതൊന്നും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിട്ടും പ്രിയങ്ക ഗാന്ധി ഇതെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു പ്രസംഗം നടത്തുന്നു. പക്ഷേ പ്രിയങ്ക ഗാന്ധി ഇതിൻ്റെ കാതലായ വിഷയത്തിലേക്ക് വരുന്നില്ല. വന്യജീവി ആക്രമണമാണ് കാതലായ വിഷയമെങ്കിൽ അതെങ്ങനെ പരിഹരിക്കുമെന്നാണ് വിഷയം. നിലവിലുള്ള നിയമത്തിൻ്റെ സങ്കീർണത അത് എല്ലാവരും തന്നെ അംഗീകരിച്ച കാര്യമാണ്. ഇപ്പോൾ ഒരു കടുവയെ പിടികൂടണമെങ്കിൽ പോലും പ്രത്യേകമായൊരു സമിതി രൂപീകരിക്കണം. അതിനെടുക്കുന്ന ആ ഒരു കാലതാമസം പോലും വലിയ പ്രശ്നമാണ്. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ പാടില്ല എന്നാണ്, അതിന് തയ്യാറല്ല എന്നാണ് കേന്ദ്ര വനം മന്ത്രി കഴിഞ്ഞ വാരത്തിൽ പറഞ്ഞത്. അതിന് തയ്യാറല്ല. പക്ഷേ ഈ ആവശ്യങ്ങളൊന്നും തന്നെ സോണിയാഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നില്ല. സോണിയാഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു തവണ വയനാട് സന്ദർശിച്ചപ്പോൾ ഇതേ ചോദ്യം ഉന്നയിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ നിലവിലുള്ള വന നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നതിനായി ഞാനായി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ആശങ്കപ്പെടുന്നത് അത് പ്രിയങ്ക ഗാന്ധി MP ആയിട്ടുള്ള ആ ഒരു വയനാട് മണ്ഡലം, നിലമ്പൂരെല്ലാം ഉൾപ്പെടുന്ന ആ മണ്ഡലത്തിലാണ് വന്യജീവി പ്രശ്നം ഏറ്റവും സങ്കീർണമായുള്ളത്. ആ ഒരു വിഷയത്തിൽ ഒരു നിയമഭേദഗതിക്ക് ഞാനായി മുൻകൈ എടുക്കില്ല എന്ന് പരസ്യമായി പറയുന്ന പ്രിയങ്ക ഗാന്ധിക്ക് എങ്ങനെയാണ് ഈ വിഷയം മുൻനിർത്തി ഈ ജനങ്ങളോട് വോട്ട് തേടാൻ സാധിക്കുന്നത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. മറ്റൊന്ന്, ഇപ്പോൾ നിലമ്പൂരിലൊരു വിഷയം എന്തെന്നാൽ ഇതൊരു വലിയ വൈകാരിക വിഷയമായി കൊണ്ടുവന്ന് ഇതിൻ്റെ പിറകിലുള്ള യഥാർത്ഥ വസ്തുക്കളെ മറച്ചു പിടിച്ച് ഇതൊരു വൈകാരിക വിഷയമായി ആളിക്കത്തിച്ച് എങ്ങനെയെങ്കിലും വോട്ട് നേടുക, ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ കോൺഗ്രസ് ഈ അവസാന ഘട്ടത്തിൽ പ്രചാരണം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് പ്രിയങ്ക ഗാന്ധി അവിടെ വന്ന് ഇത്തരം കാര്യങ്ങൾ പ്രസംഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഉയർന്നൊരു ചോദ്യമുണ്ട്. ഒന്ന്, 1972 വനം വന്യജീവി സംരക്ഷണ നിയമം, ആ നിയമത്തിലെ ചില കർശനമായ വ്യവസ്ഥകളാണ് ഇപ്പോഴും നമുക്ക് വിഘാതമായി നിൽക്കുന്നത്. അതിൽ ഇളവുകൾ അനുവദിക്കുകയല്ല, മറിച്ച് ഇളവെന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല, കാലോചിതമായ പരിഷ്കരണം. ഇളവല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, കാലോചിതമായ പരിഷ്കരണം. അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം. നമ്മുടെ വനവും പരിസ്ഥിതിയും എല്ലാം മാറിക്കഴിഞ്ഞു. അതിലൊരു മാറ്റം വേണം. മാത്രമല്ല, പിന്നീട് വന്ന എല്ലാ കോൺഗ്രസ് സർക്കാരുകളും, രാജീവ് ഗാന്ധി സർക്കാർ, നരസിംഹറാവു സർക്കാർ, മൻമോഹൻ സിംഗ് സർക്കാർ, ഇവരൊക്കെ ഈ പ്രശ്നം കൂടുതൽ വഷളാക്കുന്ന രീതിയിലുള്ള ഭേദഗതികളെല്ലാമാണ് കൊണ്ടുവന്നത്. ഇതിനകത്ത് ഒന്നും തന്നെ ഇടപെട്ടില്ല. ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്നാൽ ഈ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഈ മലയോര മേഖലകളിലെല്ലാം തന്നെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നിയമം ഭേദഗതി ചെയ്യണം, ഇതിനാവശ്യമായ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തണം. ഇതാണ് ചെയ്യേണ്ടത്. അതിന് മുൻകൈ എടുക്കേണ്ടത് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ആണ്. അതിൻ്റെ ഏറ്റവും ഉന്നതരായ നേതാക്കന്മാർ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഇതേവരെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇരുവരും
ഇതുമായി ബന്ധപ്പെട്ട് അല്ല, ഒരക്ഷരം അത് പോലും അവർ അത് വളരെ ശ്രദ്ധിച്ചിട്ടില്ല. പ്രധാനപ്പെട്ടാണ് രാജേന്ദ്രൻ. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് മാത്രമല്ല, അതിനു മുൻപ് 5 വർഷം അവിടെ MP ആയിരുന്നത് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഈ കാലഘട്ടത്തിൽ ഒരു തവണയെങ്കിലും ഈ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഇടപെടലുകൾ നടത്തിയതായിട്ട് നമ്മുടെ ഒക്കെ മുന്നിൽ ഏതെങ്കിലും വാർത്തയുണ്ടോ? നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ. അത് മാത്രമല്ല, ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ ഈ നിയമത്തിൽ ഭേദഗതി വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ UDFന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരാൾ പിന്തുണച്ചിരുന്നോ? ഇല്ലല്ലോ. നിസ്സംഗമായ സമീപനമല്ലേ സ്വീകരിച്ചിരുന്നത്? തീർച്ചയായിട്ടും. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിൻ്റെ നിലപാട് ഇതല്ല. ഇത് കേരളത്തിലെ മാത്രം ഒരു പ്രശ്നമല്ല. ഈ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലെ ഈ മലയോര മേഖലകളിലെല്ലാം ഇതേ പ്രശ്നമുണ്ട്. ഇവിടെ തമിഴ്നാട്ടിൽ ഇതേ പ്രശ്നമുണ്ട്. നമ്മുടെ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ ഒരു പ്രശ്നമുണ്ട്. ഈ അവിടുത്തെ കോൺഗ്രസ്സുകാരെല്ലാം തന്നെ അവിടുത്തെ കോൺഗ്രസ് നേതൃത്വങ്ങളെല്ലാം ആവശ്യപ്പെടുന്നത് ഇതിനകത്തൊരു ഭേദഗതി വേണം, ഇതാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് MP ഇത് ലോക്സഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കാൻ തയ്യാറല്ല. ഈ വിഷയത്തിൽ ഇടപെടാൻ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ തയ്യാറല്ല. അതിൻ്റെ ഒരു അടിസ്ഥാന കാരണമെന്നാൽ ഇതിന് പിറകിലൊരു രാഷ്ട്രീയമാണ്. കാരണം അവരുടെ ഇപ്പോഴും ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കേരളമാണ്. കേരളത്തിൽ ഇനി ഭരണം പിടിക്കണം. അതിന് ഈ വന്യജീവി ആക്രമണങ്ങളുടെ എല്ലാം തന്നെ പഴി അത് സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ മാത്രമായി കെട്ടിവെക്കണം. ആ രീതിയിൽ അതിനകത്ത് അടുത്ത ഏതാനും ദിവസം മുമ്പ് കുഞ്ഞാലിക്കുട്ടി നടത്തിയ ഒരു പരിഹാസ്യമായ പ്രസ്താവനയുണ്ട്. അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതോടെ ഈ പ്രശ്നമേ ഇല്ല. ഈ കാട്ടുപന്നികളൊന്നും നാട്ടിലിറങ്ങില്ല, പുലികളിറങ്ങില്ല, കടുവ ഇറങ്ങില്ല, ആരെയൊന്നും ഇറങ്ങില്ല. അതിനൊക്കെയുള്ള സൊല്യൂഷൻ എന്താണ്? ആ സൊല്യൂഷൻ ചോദിച്ചാൽ അറിയുന്നില്ല. എന്താണ് അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഇപ്പോഴേ പറഞ്ഞിരുന്നെങ്കിൽ ഈ മൃഗങ്ങളെ നമുക്ക് പൂട്ടിയിടാമായിരുന്നല്ലോ. അല്ല, ഇതാ ഞാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് മുമ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഒരു ടെലിവിഷൻ ചർച്ചയ്ക്കിടയിൽ. ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും, കാരണം വീണ്ടും പ്രളയം വരുമെന്നാണ് പറയുന്നത്. വീണ്ടും ഒരു പ്രളയം വരും. പ്രളയം വന്നു കഴിഞ്ഞാൽ സർക്കാരിനെതിരെ ഒരു ജനവികാരമുണ്ടാവും, അങ്ങനെ ജയിച്ചു കയറും. ആ രീതിയിലുള്ളൊരു മാനസികാവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ കോൺഗ്രസും UDF നേതൃത്വവും എല്ലാം എത്തിപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഇതാണ് വിഷയം. ഇപ്പം നിലമ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും വിഷയം ഇതാണ്. നിലവിലുള്ള സംസ്ഥാന സർക്കാരിന് അതിനകത്ത് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോഴും ഒരു കടുവ ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു കടുവ ഇറങ്ങിക്കഴിഞ്ഞാൽ കടുവയെ പിടികൂടാനോ കാട്ടിലേക്ക് തിരിച്ചയക്കാനോ പെട്ടെന്ന് ഇറങ്ങാൻ സാധിക്കില്ല. അതിനു മുമ്പ് തന്നെ ഒരു സമിതി രൂപീകരിക്കണം. സമിതി രൂപീകരിക്കണം. അവരുമായി സംസാരിച്ച് സമിതി രൂപീകരിക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുമ്പോഴേക്കും തന്നെ അതുണ്ടാക്കുന്ന നഷ്ടങ്ങൾ എത്ര വലുതായിരിക്കും. അതെ, ഒരുപാട് വലിയ സംഖ്യകളാണ് രാജേന്ദ്രൻ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജേന്ദ്രൻ പറഞ്ഞതുപോലെ 1972 ആ നിയമത്തിലെ നൂലാമാലകൾ തന്നെയാണ്. ഇപ്പോൾ ഒരു വന്യമൃഗം ഇതിന്റെ പട്ടികയിൽ ഷെഡ്യൂൾ 1 വന്യമൃഗം നാട്ടിലിറങ്ങുകയാണെന്ന് വെക്കുക, പുലിയും കടുവയും ഒക്കെ. ആദ്യം ഒരു 6 അംഗ സമിതി രൂപീകരിക്കണം. അതിൽ ഈ ടൈഗർ കൺസർവേറ്റീവ് അതോറിറ്റിയുടെ അംഗങ്ങൾ ഉണ്ടായിരിക്കണം. അതിനുശേഷം ഈ CCTV ദൃശ്യങ്ങളിൽ നോക്കി ഈ അപകടമുണ്ടാക്കിയ കടുവയെ കണ്ടുപിടിക്കണം, അതാണോ എന്ന് തിരിച്ചറിയണം. പിന്നീട് 144 പ്രഖ്യാപിക്കണം, ജനങ്ങളെ മാറ്റി നിർത്തണം. അതിനുശേഷം കെണിവെച്ച് പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അതിന് നടന്നില്ലെങ്കിൽ മയക്കുവെടി വയ്ക്കാനുള്ള സാധ്യതകൾ നോക്കണം. ഇതാണ് ചെയ്യാൻ പറ്റുന്നത്. അതിന് എത്ര സമയമെടുക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരണമെങ്കിൽ?